Hi friends, welcome back. Samsung Galaxy F14. 15,000 രൂപയ്ക്ക് താഴെ നമുക്ക് നല്ലൊരു സാംസങ് ഫോൺ വേണമെന്ന് നോക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല സെറ്റപ്പിൽ ഇപ്പോൾ കിട്ടാവുന്ന ലേറ്റസ്റ്റ് സാംസങ് ഫോൺ എന്ന് പറയുന്നത് F14 ആണ്. ഒരു നല്ല പ്രൈസിൽ അത്യാവശ്യം നല്ല കാര്യങ്ങളോടുകൂടിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ചില പോരായ്മകൾ കൂടിയുണ്ട്. രണ്ടും കൂടി മനസ്സിലാക്കിയിട്ട് വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം. സാംസങ് ഫോൺ 15,000 രൂപയ്ക്ക് താഴെ നോക്കുന്നുവെങ്കിൽ ഇനി ഇതൊരു ഓപ്ഷനായിട്ട് എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. സോ ഈ കാണുന്നതാണ് F14ന്റെ ബോക്സ്. പതിപോലെ തന്നെ സെയിം ആയ ബോക്സ് ആണ്. അപ്പോൾ തന്നെ ഊഹിക്കാം അകത്ത് ചാർജിങ് കേബിളും ഡോക്യുമെന്റേഷനും സിം ടൂളും മാത്രമേ ഉള്ളൂ. പിന്നെ ഫോണും ചാർജർ ഇല്ല, വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കണം. സോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ബോക്സിലെ കണ്ടന്റ്. അൺബോക്സിംഗ് ഒക്കെ എന്തൊരു സ്പീഡായ പോലെ. ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. നമ്മുടെ ക്യാമറ ഡിസൈനൊക്കെ അവർ ആ ഫ്ലാഗ്ഷിപ്പ് ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന്റെ ഡിസൈൻ കാണുമ്പോൾ എനിക്ക് അത്ര ഒരു രസമൊന്നും തോന്നുന്നില്ല. ഒരു ബേസിക് ഫോണിൻ്റെ ഒരു ലുക്കേ തോന്നുന്നുള്ളൂ അല്ലേ. സോ അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഫോണിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ 2 ദിവസം നമ്മുടെ കയ്യിലിരുന്ന് യൂസ് ചെയ്തതിൽ നല്ലതായിട്ട് തോന്നിയ കാര്യങ്ങൾ. ഒന്ന്, ഇതിൻ്റെ ഫീച്ചേഴ്സും പെർഫോമൻസുമാണ്. Exynos 1330 എന്ന പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. LPDDR4X RAM UFS 2.2 സ്റ്റോറേജും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ആൻഡ്രോയിഡ് 13 തന്നെയാണ് വരുന്നത്. ഒപ്പം തന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴേക്ക് ഇത് One UI 5.1 ലേറ്റസ്റ്റ് വെർഷനിൽ തന്നെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് 13 തന്നെയാണ്. സോ ഒരു 2-3-4 വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ തക്ക ഒരു കോൺഫിഡൻസോടുകൂടി നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ എടുക്കാം. വലിയ ഗെയിമിംഗ് പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യത്തിന് ചെറുകിട ഗെയിമുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ നമുക്ക് കളിക്കാനും പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചറുകൾ, ഒരു സാംസങ് ഫോണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫീച്ചറുകൾ. നോക്സ് സംവിധാനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സെക്യൂരിറ്റി, അത്യാവശ്യം സെക്യൂർഡ് ആയിട്ട് തന്നെ ഈ ഫോൺ ഉപയോഗിക്കാം. സെക്യൂർ ഫോൾഡർ, നമ്മുടെ ഫയൽസും കാര്യങ്ങളും പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് സ്പെഷ്യലായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ സെക്യൂർ ഫോൾഡിനകത്തേക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ ഫയലുകളൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളും അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഓട്ടോ കോൾ റെക്കോർഡിംഗ് പോലുള്ള കാര്യങ്ങൾ ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട്. അതായത് അനൗൺസ്മെന്റ് ഇല്ലാതെ തന്നെ ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഇതിനകത്ത് പോസിബിൾ ആണ്. വോയിസ് ഫോക്കസ് പോലുള്ള സംവിധാനങ്ങൾ, വാട്സപ്പ് കോൾ, വീഡിയോ കോൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം പുറത്തുനിന്നുള്ള നോയ്സുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ശബ്ദം ക്ലിയർ ആയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പാകത്തിനുള്ള വോയിസ് ഫോക്കസ് ഫീച്ചറും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 5G ബാൻഡ്, 13 5G ബാൻഡുകൾ ഉൾപ്പെടുന്ന 5Gയും വരുന്നുണ്ട്. സോ പ്രധാനമായിട്ടും ഈ ഒരു ടൈമിൽ ഒരു പുതിയ ഫോൺ എടുക്കാമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇൻക്ലൂഡിങ് സെക്യൂർഡ് ആയിട്ട് 2-3 വർഷം ഉപയോഗിക്കാനുള്ള സംവിധാനം അടക്കം. ഇനി അടുത്ത ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അത്യാവശ്യം ട്രാവലൊക്കെ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് എപ്പോഴും കൊണ്ടു നടക്കണം, ബാറ്ററി ലൈഫ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. 6000 mAh ബാറ്ററി 2 ദിവസത്തെ ബാറ്ററി ലൈഫ് സുഖമായിട്ട് നിങ്ങൾക്ക് തരും. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 6000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ 25 വാട്ടിൻ്റെ ചാർജിങ് കുറവാണ്. ബട്ട് എങ്കിലും ചാർജർ നിങ്ങൾ വാങ്ങിച്ച് തന്നെ ഉപയോഗിക്കണം. അവർ ചാർജറൊന്നും ബോക്സിൽ കൊടുത്തിട്ടില്ല. സോ അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. ചാർജ് ചെയ്യാൻ സമയമെടുക്കുമെങ്കിലും ലാസ്റ്റ് ചെയ്യും 2 ദിവസത്തേക്ക് സുഖമായിട്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ, സാംസങ്ങിൻ്റെ ഫോണുകളിൽ നമ്മൾ ഓൾറെഡി AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഈ പ്രൈസിൽ ഇതൊരു 13-15 ആ ഒരു റേഞ്ചിലേ വരുള്ളൂ. കാരണം ഇപ്പോൾ F13 വന്നിട്ട് 10-11 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ F14ലേക്ക് വരുമ്പോൾ ഒരു 13-15 റേഞ്ചിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു റേഞ്ചിൽ അണ്ടർ 15K ആ റേഞ്ചിൽ നോക്കുമ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് AMOLED ഇല്ല, PLS LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമലായ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4K അങ്ങനെ വലിയ റെസൊല്യൂഷനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആകെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഡിസ്പ്ലേ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ HD റെസൊല്യൂഷനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോസിബിൾ ആണ്. പുറത്തുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരാശരിയാണ്. അല്ലാണ്ട് അപ്പടി നല്ലത് എക്സലൻ്റ് എന്നൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരു ശരാശരി നിലവാരമുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ നോച്ച് ഡിസൈനും ഇത്രയും തിക്കായ ബെസലുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ഇവിടെ LCD ആണെങ്കിലും 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നു, സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. 90 Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസിൽ കിട്ടേണ്ടുന്ന ഒരു നല്ല റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലതെന്നും പറയാം. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്. എന്ന് വെച്ചിട്ട് അപ്പടി നല്ലതാണെന്നല്ല, ഈ റേഞ്ചിൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഇമേജ് ക്വാളിറ്റികൾ ഇതിൻ്റെ മെയിൻ ക്യാമറ തരുന്നുണ്ട്. ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഒരു ഇമേജ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. സെൽഫി ക്യാമറ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ നമുക്ക് പറയാവുന്ന ഒരു ശരാശരി നിലവാരം ഉള്ള ഒരു ഫോണെന്ന് പറയാം ഈ പ്രൈസിന്, അല്ലേ? അതിൽ കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രൈസിൽ കിട്ടാവുന്ന ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇത് മതിയോ എന്ന് നോക്കുക. മെയിൻ ക്യാമറ വീഡിയോ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്ന് നോക്കുക. ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലുമുള്ള ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി?
ഈ ഒരു പ്രൈസിൽ ഓക്കെ ആണോ? അപ്പോൾ ഈ തരത്തിലാണ് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി. മെയിൻ ക്യാമറ, സെൽഫി ക്യാമറ ഈ തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണ് തരുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത് ഓക്കെ ആവും? സോ അപ്പോൾ ക്യാമറയിലേക്ക് വരുമ്പോൾ ഞാൻ അത്ര ഭയങ്കര ഒരു ഹാപ്പി ആണെന്ന് പറയാനില്ല. എങ്കിലും ഇത് സാംസങ്ങിൻ്റെ വില കുറഞ്ഞ ഫോണുകളിലെ ഒരെണ്ണമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. 3 കളറുകളിലാണ് ഈ ഫോൺ വരുന്നത്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഗ്രീൻ കളറാണ്. ഇതിന് പർപ്പിൾ അതേപോലെ ബ്ലാക്ക് 3 കളറുകൾ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇതിന്റെ ഡിസൈൻ ഓവർവ്യൂ വേണമെങ്കിൽ പെട്ടെന്ന് കാണാം. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ജാക്ക്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. അതിന്റെ പെർഫോമൻസ് ഇപ്പം തന്നെ ഒന്ന് കണ്ടോളൂ. ഇതാ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ വോളിയം ബട്ടണും ആ സൈഡിൽ കാണാം. ടോപ്പിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. ലെഫ്റ്റ് സൈഡിൽ സിം സ്ലോട്ടാണ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. സോ അത് നന്നായി എന്തായാലും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. പിന്നെ 6000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ഭയങ്കരമായി വെയിറ്റും തിക്നെസ്സും ഉണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊന്നും വല്ലാണ്ടൊന്നുമില്ല. ഒരു ഡീസൻ്റായ ലെവലാണ്. 202 ഗ്രാം വെയിറ്റ്, 9.4mm ആണ് തിക്നെസ് വരുന്നത്. സ്ലിമായ ഫോണൊന്നുമല്ല, എന്നാൽ ഓവറായിട്ട് തിക്കാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും തോന്നുന്നില്ല. ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഐക്കൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റീരിയോ സ്പീക്കർ കാര്യങ്ങളൊന്നുമില്ല, സാധാ മോണോ സ്പീക്കറാണുള്ളത്. അതിൻ്റെ ഒരു ക്വാളിറ്റി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കേട്ട് നോക്കിക്കോളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാവുന്ന ഒരു ശരാശരി നിലവാരമുള്ള സ്പീക്കറിനെ പറയാനുള്ളൂ. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ ആ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റുന്ന ഒരു നല്ല സാംസങ് ഫോണാണ്. അത് കഴിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നോക്കുക. ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വന്നപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ? കൊള്ളാവോ? 13-15 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. താല്പര്യമായെങ്കിൽ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.